ആ കെട്ടിടത്തിൻ്റെ ഷിനോജ് എന്നോടൊപ്പമുണ്ട്. ഷിനോജ് അല്പസമയം മുമ്പ് ആ പരാതിയുള്ള മകളെ കാണാൻ വേണ്ടി പോയതാണ്. ഷിനോജ് അവരെ കണ്ടിരുന്നോ? ആ പരാതിക്കാരിയായ കുട്ടിയെ കണ്ടിരുന്നു? ഞാൻ കുട്ടിയെ കണ്ടിരുന്നു. കുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറയുന്നത് അവർ ഈ കുട്ടിയുടെ കഴുത്തുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഈ ചികിത്സയിലായിരുന്നു കുട്ടി 2-3 ദിവസമായിട്ട്. ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ രാവിലെ അച്ഛൻ ഇത്തരത്തിൽ ഈ മെഡിക്കൽ ഈ ബ്ലഡുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. അതേസമയത്ത് തന്നെ ഈ അമ്മയാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ അപകടം നടക്കുന്നത്. അതിനുശേഷം അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് ഈ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അവർ തലയിലപ്പുറം സ്വദേശിനിയാണ്. തിരിച്ചു വരാം നിങ്ങളിലേക്ക്. ഞാൻ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. രഘു, ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ. രഘു, ഷിനോജ് കേൾക്കാമെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ. ഷിനോജ്, എന്താണ് അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെടുത്ത രോഗിയുടെ ഒരു അവസ്ഥ? അത് ഈ പറയുന്ന തലയിലപ്പുറം സ്വദേശിനിയായിട്ടുള്ള ബിന്ദു ആണോ, 52 വയസ്സുള്ള ബിന്ദു ആണോ സംബന്ധിച്ച് നമുക്ക് കൺഫർമേഷൻ ഇല്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്രയും നേരം പറഞ്ഞിരുന്നത് മറ്റാളുകളിൽ തന്നെ കാണാനില്ല. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ 3 പേർക്ക് പറ്റിയ ചെറിയ രീതിയിലുള്ള അപകടം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇതുവരെയുള്ള ഈ പോലീസും അതുപോലെ ഫയർഫോഴ്സും ഒക്കെ നൽകി വിശദീകരണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ നിന്ന് ഒരു അപകടം നടന്ന് 2.5 മണിക്കൂറിന് ശേഷം ഒരാളെ പുറത്തേക്ക് എടുക്കുന്നു. അവർക്ക് ഇതൊരു സ്ത്രീയാണ്, മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതേ സമയത്ത് തന്നെ ഒരു പരാതി വരുന്നു. തലയിലപ്പുറം സ്വദേശിനിയാണ്. അവർ ഇത്തരത്തിൽ മകൾക്കൊപ്പം ചികിത്സയ്ക്ക് വന്നതാണ്. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവ് ഈ ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് അമ്മ അതേ സമയത്ത് തന്നെ ബാത്റൂമിലേക്ക് പോകുന്നു. ആ ബാത്റൂം എന്ന് പറയുന്നത് ഈ 3-ാമത്തെ നിലയിലുള്ള ബാത്റൂമാണ്. ആ ബാത്റൂമിലേക്ക് പോയ സമയത്താണ് അപകടം നടക്കുന്നത്. ആ സമയത്ത് അമ്മ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഈ അപകടം അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് തന്നെയാണോ ഇത് നമുക്ക് അപകടം നടന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയ ആളാണ്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാൾ കുടുങ്ങി കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചു? ആദ്യ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സംശയം തന്നെ ഇല്ലായിരുന്നു. അച്ഛനോട് സംസാരിക്കും. അച്ഛൻ എന്ന് പറയുന്നത് ഈ ബ്ലഡ് കൊടുക്കാൻ പോയിരുന്ന കാര്യമാണ്. പിന്നീട് മകളെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ അച്ഛൻ ഒരുപാട് സമയം എടുത്തു. പ്രത്യേകിച്ച് ഇവർ പല സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഉള്ള ആളുകളൊക്കെ തന്നെ ആരൊക്കെയോ ചേർത്ത് രക്ഷപ്പെടുത്തി ഈ മകളെയൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സുരക്ഷിതമായി ഇപ്പുറത്തെ വാർഡുകളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മകളെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ അച്ഛൻ ഒരുപാട് സമയമെടുത്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷമാണ് നിലവിൽ മറ്റാരെങ്കിലും ഈ കെട്ടിടത്തിനടിയിൽ കുടുങ്ങി കിടക്കുന്നതായി ആരെങ്കിലും ഈ കൂടെ ഉള്ളവർ പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് നിലവിൽ ലഭ്യമാണോ? നിലവിൽ അങ്ങനെ യാതൊരുവിധമായ വിവരവും ലഭ്യമല്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു എത്രത്തോളം രോഗികൾ വരുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സാധാരണക്കാരായ മനുഷ്യരാണ്, മെഡിക്കൽ കോളേജാണ്. ആയിരക്കണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സയ്ക്ക് പ്രതിദിനം വരുന്നത് എന്ന് മാത്രവുമല്ല, ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് ചികിത്സയുടെ ആവശ്യമായിട്ട് മറ്റേ ബ്ലഡ് പരിശോധിക്കാനോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പലപ്പോഴും ഈ ആശുപത്രിക്കുള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ മൊബൈൽ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ ഒരു പക്ഷേ ഇതുവഴി കടന്നു പോയപ്പോൾ ആരെങ്കിലും ഈ ടോയ്ലറ്റ് ഉപയോഗിച്ചെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇത് അതായത് ഒരാളെ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ളത് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് തന്നെ പുറത്തു വന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളൊരു ഔദ്യോഗികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വിശദീകരണമോ ഒന്നും തന്നെ നൽകിയില്ല. ഷിനോജ്, ഒരു ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഇത് പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമാണോ എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമല്ല. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഓർത്തോ സർജറി ഭാഗമാണ്. ആ കെട്ടിടത്തിൻ്റെ ഭാഗമാണിത്. ഇതിലെ ബാത്റൂം എന്ന് പറയുന്ന ഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ നേരത്തെ വന്ന ആദ്യ ഘട്ടത്തിൽ വന്ന മന്ത്രിയുടെയൊക്കെ തന്നെ പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായും അവിടെ ആലുമില്ല, ഈ പഴയ വസ്തുക്കൾ മാത്രമാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇത്തരത്തിലുള്ള വിശദീകരണമാണ് വന്നത്. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നോക്കിയാൽ തന്നെ അവിടെ ബാത്റൂം ഉണ്ട്. ആ ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം അത് അവിടെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ബാത്റൂമാണ്. അതിൻ്റെ പുറത്ത് ബക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, ചെറിയ തുണി ഉൾപ്പെടെയുള്ള അവിടെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവിടെ പ്രവർത്തനമുണ്ട് എന്ന് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ഒപ്പം ആ ബാത്റൂം ഏറ്റവും 3-ാമത്തെ നിലയിലുള്ള ബാത്റൂമിന് ഒപ്പം ചേർന്നുള്ള കൈവരി, ആ കൈവരി ചുവര് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഉൾപ്പെടെ ഈ കോൺക്രീറ്റ് പാളി അടർന്ന് താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ തന്നെ വ്യക്തമാണ്. അതായത് ഈ പൊളിഞ്ഞ് കിടക്കുന്ന ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ പുറത്ത് നോക്കിയാൽ തന്നെ അവിടുത്തെ ഫാന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ കെട്ടിടം ചുവര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ആ ചുവര് കോൺക്രീറ്റ് പാളി ഇങ്ങോട്ട് മറിയുന്നതിന് പകരം അങ്ങോട്ടാണ് മറിഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ അതിനപ്പുറത്ത് രോഗികളുണ്ടായിരുന്നു. 100 കണക്കിന് വരുന്ന രോഗികൾ ആ ഭാഗത്ത് ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ ജീവൻ വലിയ രീതിയിൽ അപകടത്തിലാക്കുമായിരുന്നു. എന്തായാലും
എന്തായാലും അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ പക്ഷേ കഴിയൂ. മന്ത്രി എന്തായാലും ഉറപ്പിച്ച് പറയുന്നു, മന്ത്രിമാർ സ്ഥലത്തെത്തിയ രണ്ടാളും പറയുന്നുണ്ട് അവിടെ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, ഉപയോഗയോഗ്യമായ കെട്ടിടമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ ഒരാൾ പോലും കടന്നു വരാനുള്ള സാധ്യതയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അതിനുള്ളിൽ അകപ്പെട്ട ആളിനെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. അല്പം മുൻപ് സംഭവിച്ചതാണ്. ആളെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ്. കെട്ടിടത്തിനുള്ളിൽ ഒരാൾ കുടുങ്ങി കിടക്കുന്നു എന്ന് അകപ്പെട്ട ആളിൻ്റെ മകൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഒരാളെ കാണാനില്ല, കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം പറഞ്ഞതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അകപ്പെട്ട സ്ത്രീയെ ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള. അല്പം മുൻപ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമല്ല. കാരണം അതിനടുത്തേക്ക് പോവുക, മാധ്യമപ്രവർത്തകർക്ക് പോവുക സാധ്യമല്ല ഈ ഘട്ടത്തിൽ. രക്ഷാപ്രവർത്തകർ അവിടെ ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന്, ഈ കെട്ടിടം തകർന്ന വീണ ഭാഗങ്ങൾക്കുള്ളിൽ നിന്നും അവരെ കണ്ടെടുത്തു എന്നതാണ് നിലവിൽ ലഭ്യമാകുന്നത്.